നമസ്കാരം. എനിക്ക് ശ്രീ സുലൈമാൻ മൗലവി അയച്ചു തന്ന വോയിസ് നോട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നെ വിളിക്കുകയും ജുമാ പ്രാർത്ഥനകളിൽ എൻ്റെ പേര് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുകയും നന്ദി പറയുകയും ഒക്കെ ചെയ്തത്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ പൂജാരിമാരെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരെ വിളിക്കുമ്പോൾ, മൗലവിമാരെ വിളിക്കുമ്പോൾ, സന്യാസിമാരെ വിളിക്കുമ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹവും എന്താ പറയുക, ഒരു ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് ആണ്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ദൈവീകതയോട് അടുത്ത് നിൽക്കുന്നവരാണ്, ആൾക്കാരെ ആത്മീയതയിലേക്ക് നയിക്കുന്നവരാണ്, നന്മയിലേക്ക് നയിക്കുന്നവരാണ്. അങ്ങനെ പൂജാരിമാരാകട്ടെ, പള്ളിയിലച്ചന്മാരാകട്ടെ, സന്യാസിമാരാകട്ടെ, മൗലവിമാരാകട്ടെ വിളിക്കുന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ലോകത്തെ ജനതയെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നവരാണ്. അങ്ങനെ കളമശ്ശേരിയിലെ അവിടെ വരുന്ന പള്ളിയുടെ ചീഫ് ഇമാമായ സുലൈമാൻ മൗലവി, ശ്രീ സുലൈമാൻ മൗലവിജി വിളിക്കുകയും അദ്ദേഹം അയച്ചു തന്ന വോയിസ് നോട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം, മതസൗഹാർദ്ദം, ബഹുസ്വരത, മതേതരത്വം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഓരോരുത്തർക്കും പേരിന്റെ വ്യത്യാസമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരതിനെ വിശ്വമാനവികത എന്ന് വിളിക്കുന്നു, കോൺഗ്രസ്സുകാരതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നു, BJPക്കാർ ആർഷഭാരത സംസ്കാരം എന്ന് വിളിക്കുന്നു. എന്താണെങ്കിലും നമ്മുടെ ഈ ഒരുമ, ഐക്യം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, വസുദൈവ കുടുംബകം എന്ത് വിളിച്ചാലും നമ്മുടെ ജനത വ്യത്യസ്തതകൾ ഉണ്ടാകാം. ആ വ്യത്യസ്തതയിലും ഐക്യം കണ്ടെത്തുന്നവരാണ്. സുലൈമാൻ മൗലവിയുടെ അദ്ദേഹത്തിൻ്റെ വളരെ നല്ല വാക്കുകൾക്ക്, ആദരണീയനായ മൗലവിജിയുടെ വാക്കുകൾക്ക് പ്രണാമവും നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായും നിങ്ങളത് കേൾക്കുക. ആരിഫ് ഹുസൈനുമായിട്ടുള്ള സംവാദത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ദൈവം അനുഗ്രഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിൽ മതവിശ്വാസികളും പ്രത്യേകിച്ച് മുസ്ലിം മതവിശ്വാസികളും എത്തീസ്റ്റുകളും നിരീശ്വരവാദികളും തമ്മിൽ ധാരാളം സംവാദങ്ങൾ നടക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി നടന്ന ഒരു സംവാദമാണ് കോഴിക്കോട് വച്ച് രാഹുൽ ഈശ്വറും ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആളും തമ്മിൽ നടന്ന ഒരു സംവാദം. ജിഹാദിൻ ഇസ്ലാം എന്നതായിരുന്നു അതിൻ്റെ സംവാദ വിഷയം. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആദർശവും അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം എന്തിൽ നിലകൊള്ളുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ആ സംവാദം ആരംഭിക്കുന്നത് തന്നെ. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഹൈന്ദവ മതവിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാ സനാതന ധർമ്മങ്ങളും ഉൾക്കൊള്ളുക മാത്രമല്ല, അതിനുവേണ്ടി പ്രബോധനവും പ്രചാരണവും നടത്തുന്ന വ്യക്തിയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആദർശം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംവാദം നടത്തുന്നത്. എന്നാൽ മറുഭാഗത്ത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന അയാൾ സ്ഥിരം ഒരു നുണയനാണ്. നുണയും പച്ചക്കള്ളവും അല്ലാതെ അയാൾ പറയാറില്ല. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞ് താനൊരു എക്സ് മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ ആദർശം എന്താണെന്നോ തൻ്റെ നിലപാടെന്താണെന്നോ പറയാൻ അദ്ദേഹം ധൈര്യപ്പെടാറില്ല. ഈ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരിഫിൻ്റെ സ്ഥിരം ഒരു പല്ലവി, അയാൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പല്ലവി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന് ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല. യഥാർത്ഥത്തിൽ മതങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി തൻ്റെ കഴിവിൽ നിന്നുകൊണ്ട് തന്നെ പഠനം നടത്തുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം ഒരു ഇസ്ലാം മത പണ്ഡിതനാണ് എന്ന് പറയുന്നതിൽ ഒരു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ സംവാദത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് ആ സംവാദത്തിൽ ഏർപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലെ നിരവധി ഖുർആൻ സൂക്തങ്ങൾ അദ്ദേഹം അതിൻ്റെ ആയത്തുകൾ സഹിതം ഈ സംവാദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹദീസുകളും ഉപയോഗിക്കുന്നുണ്ട്. ജിഹാദിൻ്റെ പല വഴികളും പല വശങ്ങളും അദ്ദേഹം വളരെ സമർത്ഥമായി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അത് പഠിച്ചു തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മറുപടി പറയാൻ വേണ്ടി നിന്ന ആരിഫ് ഹുസൈൻ, അയാൾ സ്ഥിരമായി പറയുന്നത് പോലെ രാഹുൽ ഈശ്വറിന് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കാണ് അറിയുന്നതെന്നാണ്. ഈ ആരിഫ് ഹുസൈൻ്റെ അറിവിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഞാൻ പറയാം. ആരിഫ് ഹുസൈൻ ആ സംവാദത്തിൽ പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖുർആനും ഹദീസും ഇജ്മാവും ഖിസാസും എന്നാണ് അയാൾ പറയുന്നത്. അയാൾക്ക് അതുപോലും അറിയില്ല. ഖിസാസ് എന്ന് പറയുന്ന ആ പദം പോലും തെറ്റാണ്.
ഖിയാസ് എന്നാണ് പറയേണ്ടിരുന്നത്, പക്ഷേ അവിടെ അയാൾ പറയുന്നത് ഖിസാസ് എന്നാണ്. അപ്പോൾ അത്ര വിവരക്കേടാണ് യഥാർത്ഥത്തിൽ ഈ ആരിഫ് ഹുസൈൻ തട്ടിവിടുന്നത്. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ സ്ഥിരം പല്ലവി പറയും, അത് പള്ളിയിൽ പോയി പറ, പാടത്ത് പോയി പറ എന്നൊക്കെയുള്ള ഒരു പരിഹാസവും. ഈ പരിഹാസത്തെ സംബന്ധിച്ച് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാത്ത വിധം എപ്പോഴും പരിഹാസ ചുവയിൽ മാത്രം സംസാരിക്കുന്ന ഒരു പച്ച നുണയനാണ് യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻ. വളരെ സമർത്ഥമായി ഇസ്ലാമിൽ എന്താണ് ജിഹാദ്, എന്താണ് ജിഹാദിൻ്റെ മീനിങ്, ജിഹാദ് എത്ര വിധമുണ്ട്, വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ വശങ്ങളും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സവിസ്തരം പ്രതിപാദിച്ച ഒരാളായി രാഹുൽ ഈശ്വറിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും, കാണേണ്ടി വരും. രാഹുൽ ഈശ്വർ കടന്നുപോയ വഴികളിലൂടെ മുഖം മൂടിയിട്ട് സഞ്ചരിക്കാൻ അല്ലാതെ ഈ ആരിഫ് ഹുസൈന് കഴിയില്ല എന്ന് ബോധമുള്ളവർക്ക് തിരിച്ചറിഞ്ഞൊരു സംവാദമാണത്. ആ സംവാദം ലൈവായിട്ട് നമ്മൾ അതിനു വേണ്ടി കച്ചകെട്ടിയിരുന്ന് കാണാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലും വീഡിയോയിലൂടെ ആ സംവാദം കേൾക്കാൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. ആദ്യാവസാനം ഞാൻ ആ സംവാദം കേട്ടു. ആ സംവാദത്തിൽ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിയും വിവേകവും ചിന്താശക്തിയുമുള്ള ഒരാൾ ആ സംവാദം കേട്ടാൽ ആരിഫ് ഹുസൈന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം 100% രാഹുൽ ഈശ്വർ അക്കാര്യത്തിൽ വിജയിച്ചു എന്ന് തുറന്നു പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതേ അഭിപ്രായം ഞങ്ങൾക്ക് മാത്രമല്ല, പലർക്കും ഈ അഭിപ്രായമുണ്ട്. ഞാൻ ആ സംവാദത്തിൻ്റെ അത്യാവശ്യം സിംഹഭാഗവും കേട്ടതിന് ശേഷം ബഹുമാന്യനായ രാഹുൽ ഈശ്വറിനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചു, നമ്മുടെ സന്തോഷം പങ്കുവച്ചു. വളരെ സമർത്ഥമായി താങ്കൾ അവതരിപ്പിച്ച ആ വിഷയത്തെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയും ചെയ്തു. നേരിട്ട് അദ്ദേഹത്തോട് ഫോണിലാണ് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ഈ എത്തീസ്റ്റുകളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിംകളും മുന്നോട്ട് വയ്ക്കുന്നത് ആശയമല്ല, ആശയപാപ്പരത്വമാണ്. ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തൻ്റെ വാദഗതികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ്. ജിഹാദിനെക്കുറിച്ച് ABCD പോലും ഈ ആരിഫ് ഹുസൈന് അറിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ സംവാദം. അത്രയും ഗംഭീരമായിരുന്നു ആ സംവാദം എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ആ സംവാദത്തിൽ ജിഹാദുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രചരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗം വളരെ സമർത്ഥമായി ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പച്ചക്കള്ളങ്ങളും ശ്രീ രാഹുൽ ഈശ്വർ പൊടിച്ചടക്കുകയുണ്ടായി. ജിഹാദുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ജിഹാദുകൾ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. തുപ്പൽ ജിഹാദ്, അതേപോലെ നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ ഒരുപാട്. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വളരെ നല്ല ഒരു സംവാദമായിരുന്നു കോഴിക്കോട് നടന്ന രാഹുൽ ഈശ്വറിൻ്റെയും ആരിഫ് ഹുസൈൻ്റെയും സംവാദം. ഇനിയും ഈ വാദഗതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആരിഫ് ഹുസൈനെ പോലുള്ളവർ തയ്യാറാകുന്നതെങ്കിൽ തീർച്ചയായും സമൂഹത്തിൻ്റെ മുമ്പിൽ എളിപ്പരായി മാറുന്ന ഒരു വിധത്തിലേക്ക് ഈ സമൂഹം ആയിത്തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രയും ഗംഭീരമായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ സമർത്ഥനം. വളരെ സന്തോഷം തോന്നുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് തൽക്കാലം ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എൻ്റെ പേര് മൂവാറ്റുപുഴ PK സുലൈമാൻ മൗലവി, കളമശ്ശേരി ഞാലകം മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാമാണ്.